മലയാളിക്ക് നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും കുടുംബത്തിനപ്പുറത്തുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഉള്ള അവസരം. മലയാളത്തിൻ്റെ നർത്തകർക്കൊക്കെ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഈ വിഷുനാളിൽ. നമുക്കേവർക്കും പ്രിയപ്പെട്ട കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർക്ക് പത്മശ്രീ ബഹുമതി ലഭിച്ചിരിക്കുന്നു. ടീച്ചറിനേക്കാളേറെ സന്തോഷിക്കുന്നത് ഞങ്ങൾ ശിഷ്യഗണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷുദിനത്തിൽ ടീച്ചറിനെ കാണാൻ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേരുകയാണ്. ടീച്ചറിൻ്റെ എല്ലാ വിഷുവാശംസകളും നേരുന്നു. ടീച്ചർ പത്മശ്രീ ബഹുമതി വളരെ ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ബഹുമതി തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ അതറിഞ്ഞത് അത്ര സന്തോഷം ഉണ്ടാക്കിയെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ടീച്ചറിന് കിട്ടുന്ന ഓരോ റെക്കഗ്നിഷൻസും ടീച്ചർ എത്രയോ വർഷത്തെ അധ്വാനത്തിന് ശേഷം വളരെ സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ബഹുമതി. തീർച്ചയായിട്ടും. ടീച്ചറിന് എന്ത് തോന്നി? ആ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം, നന്ദി എന്ന് അതിൽ കവിഞ്ഞൊന്നും എനിക്കൊന്നും പ്രത്യേകമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് കിട്ടിയതായിരിക്കും എന്നുള്ള ഒരു സന്തോഷം മാത്രം. അതിൽ കവിഞ്ഞ ആഹ്ലാദമൊന്നും എനിക്കില്ല. സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. പൊതുവെ ടീച്ചർ അങ്ങനെ ഒന്നിലും ഓവർ എക്സൈറ്റഡ് ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയില്ല. പണ്ടേ അങ്ങനെയാണോ? പണ്ടേ തൊട്ട് അങ്ങനെ തന്നെ. പണ്ടേ തൊട്ട് കലാമണ്ഡലത്തിലൊക്കെ പഠിക്കുന്ന കാലത്ത്? കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ വളരെ കൊച്ചുകുട്ടിയല്ലേ, 11 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ചേർന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ടീച്ചറിൻ്റെ അടികൊള്ളും ചീത്ത വെക്കുമ്പോഴൊക്കെ വേണോ എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ നല്ലൊരു ഡാൻസർ ആവണം എന്നുള്ള വിചാരം കൊണ്ട് അതിനെയൊക്കെ മറന്ന് മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ 5 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ക്ലാസ് ആരംഭിച്ചു. പിന്നെ ഉപരിപഠനം മദ്രാസിൽ ഭരതനാട്യം പിന്നെ കുച്ചിപ്പുടി പഠിക്കാനും എല്ലാം മദ്രാസിൽ ഇയർലി പോയി വന്നുകൊണ്ടിരുന്നു. ഭരതനാട്യം ടീച്ചർ ആരുടെ പഠിച്ചത്? അവിടെ ഞാൻ ആദ്യം മുത്തുസ്വാമി പിള്ളൈ, പിന്നെ ചിത്ര വിശ്വേശ്വരൻ, അടയാർ കെ ലക്ഷ്മണൻ, എല്ലാവരുടെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും ആർക്കായിരുന്നു താല്പര്യം ടീച്ചർ? വീട്ടിൽ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ പഠിക്കാനായിട്ട് നിർബന്ധിച്ചു. സ്കൂളിലേക്ക് തള്ളി വിടുമ്പോൾ എനിക്ക് ഡാൻസ് മതി എന്ന് പറയാം. അപ്പോൾ അവർ വിചാരിച്ചു പോയ വഴിക്ക് തെളിക്കുകയാണ് നല്ലതെന്ന്. അപ്പോൾ പിന്നെ അതിലിപ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ഏറ്റവും കാര്യം ഇപ്പോൾ ഈ പത്മശ്രീ എല്ലാം കിട്ടിയെങ്കിൽ പോലും ഞാൻ ആ പോയ വഴി ശരിയായിരുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഉണ്ടായില്ല, ഭാഗ്യം. ടീച്ചറിന് അങ്ങനെ വലിയ ചലഞ്ചസ് വന്നിട്ടുണ്ടോ? ഒരു നർത്തകി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നുള്ള അംഗീകാരം ടീച്ചറിന്? ഞാൻ എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അന്നങ്ങനെ ഒരുപാട് നർത്തകികളില്ല. 48 വർഷം പിന്നാക്കം പോണേ. അപ്പോൾ ഒരുപാട് പ്രോഗ്രാം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഡൽഹി, ബോംബെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രോഗ്രാം ചെയ്തതിൻ്റെ റിവ്യൂസൊക്കെ പത്രത്തിൽ വരുമ്പോൾ തന്നെ ഞാൻ എല്ലാവരിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഓരോ ഫെസ്റ്റിവലിന് പോകാനും എനിക്ക് അവസരങ്ങളുണ്ടായത്. അന്നൊരു പക്ഷേ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് സജീവമായിട്ട് വന്നിരുന്ന ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ബാക്കി എല്ലാ ആ സമയത്ത് പ്രോഗ്രാം ചെയ്തിരുന്നു. സുഗന്ധി ചെയ്തിട്ടുണ്ട്, പിന്നെ സരസ്വതിയും ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എപ്പോഴും മാസം പ്രോഗ്രാമായിരുന്നു. എൻ്റെ ടീച്ചർ മൈഥിലി ടീച്ചർ ഇങ്ങനെ ടീച്ചറിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു എപ്പോഴും. ക്ഷേമ ഒരുങ്ങി നിന്നാൽ നമ്മുടെ മനസ്സിലുള്ള മോഹിനി എന്ന് പറഞ്ഞ സങ്കല്പമാണ്. അത് ടീച്ചറിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ടീച്ചറിൻ്റെ പഴയ ചിത്രങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു സ്റ്റാറായിരുന്നു ടീച്ചർ. ഇന്നിപ്പോൾ ഒരുപക്ഷെ വളരെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ചുരുക്കം പേർക്ക് മാത്രം കൈവരുന്ന ഒരു സ്റ്റാർ സ്റ്റേറ്റസ് ടീച്ചറിന് അന്നേ ഉണ്ടായിരുന്നു. ടീച്ചർ അതിലൊന്നും പക്ഷെ ഒരിക്കലും അങ്ങനെ അഭിരമിക്കുകയോ ഒരിക്കലും ഇല്ല. എങ്ങനെയാണ് പവിത്രൻ സാറിനെ കണ്ടുമുട്ടിയത്? പവിത്രനെ ഞാൻ ചെന്നൈയിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അതിനു മുമ്പ് ഇപ്പോൾ ഗുരുവായൂർക്കാരനാണെങ്കിലും ഞാൻ മുൻപേ കണ്ടിട്ടില്ല. പവിത്രൻ്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ KPSC ലളിത ഭാരതേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ സിനിമാക്കാരെ കല്യാണം കഴിക്കില്ല എന്നൊരു വാശിയുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ സിനിമാക്കാരനെ തന്നെ കല്യാണം കഴിച്ചു. ടീച്ചറിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിചയപ്പെട്ടതിന് ശേഷം ഗുരുവായൂർ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ജീവനോടെ കാണുന്നത് ആദ്യമായിട്ടാണ്, എന്ന് വെച്ചാൽ നേരിട്ടിട്ട് ആദ്യമായിട്ട് കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പവിത്രൻ്റെ സംസാര രീതി. സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള. അതെ 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 അതെ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഇന്ന അർത്ഥത്തിലല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, ഓ നിനക്ക് എൻ്റെ കൂടെ നടന്നതിന് കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ പവിത്രൻ്റെ ജോക്കുകളും തമാശകളും ഒക്കെ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എസ്തെറ്റിക് സെൻസ്, അല്ലെങ്കിൽ സിനിമ, സാഹിത്യം തുടങ്ങിയ ഇതര കലാരൂപങ്ങളുമായിട്ടുള്ള ബന്ധം ടീച്ചറിൻ്റെ സെൻസിറ്റിവിറ്റി ഒരുപാട് സഹായിച്ചു. തീർച്ചയായിട്ടും. അദ്ദേഹം എന്താ പറയുക, വെളുപ്പിന് വരെ ഇരുന്ന് വായിക്കും. കിടന്നും കൊണ്ട് പുസ്തക പാരായണമാണ്. ഭയങ്കര ഏതൊരു സബ്ജക്റ്റിനെ പറ്റി ചോദിച്ചാലും അറ്റ് ദ മൂമെൻറ്റിൽ ആൾ അതിനെപ്പറ്റി പറയും. അത്ര ഓർമ്മശക്തിയാണ്. അതേപോലെ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നീ ഇന്നമാതിരി നിനക്ക് ചെയ്തൂടെ, ഇന്നമാതിരി അധികം കൈ കടത്തില്ല. നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ചില സമയത്ത് മാത്രം ഒന്ന് ഇടപെടുള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയും നിനക്ക് ഇന്ന ഡാൻസ് ഇങ്ങനെ ചെയ്തു നോക്കട്ടെ. ഈ ഗസൽ എനിക്ക് ഇഷ്ടമുണ്ട്, ഡാൻസ് ചെയ്താലോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. പക്ഷേ അത് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ മോഹിനിയാട്ടത്തിൽ ശൃംഗാരവും വിരഹമൊക്കെ ഉള്ളതല്ലേ, ഈ ഗസലിലൊക്കെ അതുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഭാഷ, അപ്പം ഞാൻ ആലോചിച്ചു പ്രവൃത്തി ഭേദം എന്നുള്ള ഈ ഭാഷ ലാംഗ്വേജിൽ വേറെ എടുത്തിട്ട് നമുക്ക് ചെയ്യണോണ്ട് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നോക്കുമ്പോൾ ആ ആലാപന ശൈലി വേറെ ആണെങ്കിലും ആ ആലാപനത്തിൻ്റെ ദൈർഘ്യം മോഹിനിയാട്ടത്തിന് എഴുകി ചേരാൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗസൽ ട്രൈ ചെയ്തത്. ടീച്ചറോടൊപ്പം ഈ വിഷുദിനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ ശിഷ്യർക്കൊക്കെ വലിയൊരു എന്താ പറയേണ്ട ഭാഗ്യം തന്നെയാണ്. ടീച്ചറിനെ കുറിച്ച് എല്ലാവരും പറയും, ടീച്ചറിനൊരു നന്മയുടെ ഒരു പ്രഭയുണ്ട്. അത് നമുക്ക് അടുത്തിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ടീച്ചർ ഒരു പെർഫോമൻസ് കാണാൻ മുമ്പിൽ വന്നിരുന്നാൽ ആ അനുഗ്രഹം മുഴുവൻ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും. ഈ അനുഗ്രഹം സിദ്ധിച്ച കുറച്ച് ഭാഗ്യവതികൾ ഒത്തുചേരുകയാണ് ഈ വിഷുദിനത്തിൽ. സുഗതകുമാരി ടീച്ചറിൻ്റെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത ക്ഷേമ ടീച്ചർ നൃത്താവിഷ്കാരം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാണുന്നത് തിരുവനന്തപുരത്ത് ടീച്ചർ മുദ്ര ഫെസ്റ്റിന് അത് ചെയ്യുമ്പോഴാണ്. വാസ്തവത്തിൽ ടീച്ചർ കൃഷ്ണ നീ എന്നെ അറിയില്ല ചെയ്ത് നിർത്തിയപ്പോൾ കാണുന്നവർ കൈയടിക്കാൻ പോലും മറന്നിങ്ങനെ ഒരു വിങ്ങലോടെ ഇരുന്നു. അതാണ് മനസ്സിൽ. അതൊന്നുകൂടെ കാണണം തോന്നുന്നു. ടീച്ചർ അതിലേതെങ്കിലും ചെറിയൊരു ഭാഗം ചെയ്യുമോ? ഞാനിത് കാണാനായിട്ട് സുഗതകുമാരി മാഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ ഇനിയും കുറച്ചും കൂടെ വരികൾ ചേർക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷമായിട്ട് എന്നെ വന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന നൃത്താവിഷ്കാരത്തിലെ ചെറിയൊരു ഭാഗം കാണാം. ജലമെടു